കോഴിക്കോട് മാങ്കാവിൽ കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചതിന് ഹോട്ടൽ തല്ലിത്തകർത്ത കേസിൽ രണ്ടാം പ്രതി അറസ്റ്റിലായി. പുതിയറ സ്വദേശി രാഹുലാണ് പിടിയിലായത്. കോഴിക്കോട് മാങ്കാവിലെ അളിയൻസ് ഹോട്ടലിലാണ് ശനിയാഴ്ച രാത്രി മദ്യലഹരിയിൽ 3 യുവാക്കളുടെ പരാക്രമമുണ്ടായത്. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ജീവനക്കാർ ചോദിച്ചതാണ് ഹോട്ടൽ തല്ലിത്തകർക്കാൻ കാരണം. കേസിലെ രണ്ടാം പ്രതി പുതിയറ സ്വദേശി അച്ചങ്കണ്ടിപ്പറമ്പിൽ രാഹുലിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. പുതിയറയിൽ വെച്ച് തന്നെയാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. കേസിലെ ഒന്നാം പ്രതി മാങ്കാവ് സ്വദേശി കള്ളിപ്പിലാക്കൽ ബിനീഷിനെ പോലീസ് സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ജീവനക്കാരും സമീപത്തെ കടക്കാരും ചേർന്ന് പിടികൂടിയ പ്രതിയെ പോലീസിന് കൈമാറുകയായിരുന്നു. മൂന്നാമന് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം തുടരുന്നു. ഹോട്ടലിലെ ചില്ലലമാരയും ഡിസ്പ്ലേ ബോർഡും ഉൾപ്പെടെ അടിച്ചു തകർത്ത പ്രതികൾ കൗണ്ടറിലിരുന്ന മുഹമ്മദ് ഷഹനാദിനെ ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും ചെയ്തിരുന്നു. പൈസ ചോദിച്ചതാണ്. കാരണം അവർ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഒരു തർക്കത്തിലേക്കുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. അവിടെ ഓരോ കൂട്ടത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന ഒരുത്തുണ്ട്. ഇപ്പോൾ സ്റ്റേഷനിൽ ഓൾറെഡി ഉള്ളവൻ അവൻ ആ കൈകാണ്ടാണ് ഒന്നുങ്ങാണ്ട് ഇന്നെ അടിച്ചത്. അത് തടക്കാൻ നോക്കിയപ്പോൾ ഇതിന് ആ പൈസ നാളെ തരാമെന്ന് പറഞ്ഞവന് ഒരു ഇഷ്ടികൻ്റെ കല്ലെടുത്ത് ഒന്നുങ്ങാണ്ട് ചില്ലറടിച്ച് പൊട്ടിച്ച് അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ നോക്കിയപ്പോൾ ആ വടി എടുത്ത് വന്ന് ആ വടി എടുത്ത് അടി കിട്ടും ഒരു വീശിൽ വീശപ്പോൾ ഞാൻ കൈ അങ്ങോട്ട് വെച്ചു. ഇവിടെ കിട്ടി ചെറിയൊരു ചതവുണ്ട്. ഹോട്ടലിൽ 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് ഉടമകൾ പറഞ്ഞത്. മാങ്കാവിലെ ഹോട്ടലിലുണ്ടായ അതിക്രമം ഒറ്റപ്പെട്ട സംഭവമല്ല. ദിവസങ്ങൾക്ക് മുൻപ് കോവൂരിലും സമാന രീതിയിൽ ആക്രമണമുണ്ടായിരുന്നു. പൊറോട്ടയ്ക്ക് ചൂട് പോരെന്ന് പറഞ്ഞ് യുവാവ് പുറമേരിയിൽ ഹോട്ടൽ തല്ലി തകർത്തതും ഈ മാസമാണ്. രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.